സോ മക്കളെ, 6ാം ക്ലാസ്സിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതോ അറിയോ, നമ്മളെ 3ാമത്തെ ചാപ്റ്റർ വ്യാപ്തല്ലേ, വോളിയല്ലേ, അതിൽ നിന്ന് അവരെന്ത് പറയും അല്ലേ? വോളിയം കാണാൻ ഇക്വേഷൻ എന്താണ്? വ്യാപ്തം കാണാൻ ഇക്വേഷൻ ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ്. അതിന്റെ മക്കൾക്ക് അറിയാം. അതിൽ നിന്ന് അവരെന്ത് ചോദിക്കും അറിയോ? ലെങ്ത് ഇത്ര ഇരട്ടിയായി, അതായത് നീളം ഇത്ര ഇരട്ടിയായി, അല്ലെങ്കിൽ വീതി ഇത്ര ഇരട്ടിയായി, അല്ലെങ്കിൽ ഉയരം എന്തായാലും ഇത്ര ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? മക്കളെ, എല്ലാ കേസുകളും സാർ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് പറഞ്ഞുതരാം. എടാ, ആരെങ്കിലും ഒരാൾ കൂടുകയാണെങ്കിൽ, ഓക്കെ, ഒരാളെ കേസാണ് മക്കളെ സാർ ആദ്യം പറയാൻ പോകണം കേട്ടോ. നോക്കടാ, ഒരാളെ കേസ്. ഓക്കെ, ഒരാളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ മാത്രം മാറാം. ഓക്കെ, അതെന്താവാം? നീളാവാം, ഓക്കെ, ലെങ്ത് ആവാം, ബ്രെഡ്ത്ത് ആവാം, ഹൈറ്റ് ആവാം, ആരും ആയിക്കോട്ടെ. ഇതിൽ ആരെങ്കിലും ഒരാൾ മാറുകയാണെങ്കിൽ നോക്ക്, ഈ ലെങ്ത് എന്ത് ചെയ്തു 2 ഇരട്ടി ആവുക എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ആ 2 ഇരട്ടി തന്നെ എന്ത് ചെയ്യണം? വോളിയം മാറ്റുക. ഓക്കെ, അതായത് നീളം 2 ഇരട്ടിയാണെങ്കിൽ എന്താവും? വ്യാപ്തവും 2 ഇരട്ടിയാവും. റെഡി? ഇനി നോക്കടാ, വീതി അല്ലെങ്കിൽ ഉയരും അത് 2 ഇരട്ടി ആവുകയാണെങ്കിൽ വ്യാപ്തം എന്താവും? 2 ഇരട്ടിയാവും. ഇനി നീളം മക്കളെ എന്താ 3 ഇരട്ടി ആവുകയാണെങ്കിൽ മക്കളെ വ്യാപ്തവും എന്താവും? 3 ഇരട്ടിയാവും. ഓക്കെ, അപ്പോൾ ഒരാളാണെങ്കിൽ എന്താണോ അവിടെ സംഭവിക്കുന്നത് അതെന്നെ എന്ത് ചെയ്യും? വ്യാപ്തത്തിന് സംഭവിക്കും. അപ്പോൾ ഒരാൾക്ക് വലിയ വിഷയം എൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല. ഇനി നോക്കട്ടെ, 2 ആളത്. ഓക്കെ, 2 ആളത് എന്ന് പറഞ്ഞാൽ നോക്ക്, 2 ആളുകൾ മാറുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ കുറച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, ഏതെങ്കിലും 2 ആളായിക്കോളെ കേട്ടോ. മീൻസ് ഏത് നീളമായാലും വീതി ആയാലും ഉയരാണെങ്കിലും ആരായാലും ഈ നിയമം ബാധകമാണ്. അപ്പോൾ തൽക്കാലം സാർ എന്ത് ചെയ്യാണ്? ദാ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും നീളത്തിനും പിന്നെ ദാ വീതിക്കും സാർ എന്ത് ചെയ്യാണ്? മാറ്റം കൊണ്ടുവരാൻ പോവാണ്. നോക്ക്, ലെങ്ത്ത് 2 ഇരട്ടിയായി, ഓക്കെ, ബ്രെഡ്ത്ത് 2 ഇരട്ടിയായി, നീളം മക്കൾ എന്തായി? ഇരട്ടിയായി, വീതി മക്കൾ എന്തായി? 2 ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം എത്ര മാറും അറിയോ? എടാ മക്കളെ, ഇവിടെ 2 അല്ലേ, ഇവിടെ 2 അല്ലേ, ദാ എത്ര മാറും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ? ഇവിടെ 2 കുടിക്കണം മക്കളെ, ഇവിടെ 2 എത്ര വരും? 4 ഇരട്ടിയാവും. എത്ര ആവൂടാ? 4 ഇരട്ടിയാവും. ഈസി. ഇനി മക്കളെ അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ഇതാ ലെങ്ത്ത്. ഓക്കെ, അടുത്ത കേസാണ് ഇതാ ലെങ്ത്ത് ബ്രെഡ്ത്ത്. ഓക്കെ, നീളവും വീതി മക്കളെ എന്തായി എന്ന് പറയണം അറിയോ? ഒരാളെന്തായി ഇതാ 2 ഇരട്ടിയായി, അടുത്ത ആളെന്തായി? ഇതാ 3 ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ വ്യാപ്തത്തിന് വോളിയത്തിന് എന്ത് സംഭവിക്കും ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ. എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ? നേരെ എന്ത് ചെയ്യടാ? ഇതാ 2 ഗുണിക്കണം 3. ഓക്കെ, എന്ത് ചെയ്യടാ? 2 ഗുണിക്കണം 3 എത്രയാവൂടാ? ഇതാ 6. എന്താവും? വ്യാപ്തം എന്താവും? 6 ഇരട്ടിയാവും. ഓക്കെ, എന്താ ഇവിടെ 6 ടൈംസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. റെഡി അല്ലേ? സോ 2 ആളുകൾ ഷോർട്ട് കട്ട് 2 ആളെ ഷോർട്ട് കട്ട് എന്താടാ? ഇതാ ലെങ്ത് 2 ഇരട്ടിയാണ്, ബ്രെഡ്ത്ത് 2 ഇരട്ടിയാവും എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, 6 എത്ര ഇരട്ടിയാണ്? 3 ഇരട്ടി 4 ഇരട്ടി ഒന്നും നോക്കണ്ട. അതാ 2 ഇരട്ടിയാണെങ്കിൽ ആ 2 അവിടെ ഇടുക, 3 ഇരട്ടിയാണെങ്കിൽ ആ 3 അവിടെ ഇടുക, 4 ഇരട്ടിയാണെങ്കിൽ 4 അവിടെ ഇടുക. ഓക്കെ, അടുത്ത ആളെ എത്ര ഇരട്ടിയാന്ന് നോക്കുക. ഓക്കെ, 2 ആണെങ്കിൽ ഇതാ ഗുണിക്കണം 2 ഇടുക. ഓക്കെ, അടുത്ത് 3 ആണെങ്കിൽ ഇതാ ഗുണിക്കണം 3, അടുത്ത് എന്താ 4 ആണെങ്കിൽ ഗുണിക്കണം 4. ഓക്കെ, ആ 2 ആളുകൾ എന്ത് ചെയ്യുക? പരസ്പരം ഗുണിക്കുക. അതിൻ്റെ ഉത്തരം എത്ര കിട്ടുമോ അതാണ് മക്കളെ എന്ത്? അതിൻ്റെ ഉത്തരം. ഓക്കെ, അത്ര ഇരട്ടിയാണ് എന്താവുക? വോളിയാവുക. ഇനി മക്കളെ 3ാമത്തെ കേസ്, 3ഉം എന്താവുകയാണ്? മൂന്നാമത്തെ കേസിൽ മക്കളെ എന്താണ്? ഇതാ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും. ഓക്കെ, 3ലും എന്താണ്? 3ലും മാറ്റം വരികയാണ് മക്കളെ. സെയിം തന്നെ. ഓക്കെ, സെയിം തന്നെ. എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഒന്ന് നോക്ക് നിങ്ങളോട് പറയാണ്. ഒന്ന് മക്കളെ 2 ഇരട്ടിയായി. ഓക്കെ, ഒന്ന് എത്രയാടാ? ഒന്ന് 2 ഇരട്ടിയായി, ഒന്ന് 3 ഇരട്ടിയായി, ഒന്ന് 4 ഇരട്ടിയായി. അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഒന്ന് വേണമെങ്കിൽ സാർ വേറെ എക്സാം സാർ എന്ത് ചെയ്യുക? വേറെ എക്സാമ്പിൾ, സാധാ എക്സാമ്പിൾ തന്നെ എടുക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് എന്തായി മക്കളെ? ഇതാ ഒന്ന് 2 ഇരട്ടിയായി. ഓക്കെ, മറ്റെന്തായി? 2 ഇരട്ടിയായി, അടുത്ത് 2 ഇരട്ടിയായി. മക്കളെ ഇതിന് ഉത്തരം എന്തായി വരിക? സിമ്പിളി എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ? ഈ 3 ആളുകളെയും വെറുതെ ആണ് ഗുണിക്കുക. 2 ഗുണിക്കണം 2 എത്രയാടാ? 4. 4 ഗുണിക്കണം 2 എത്ര മക്കളെ? 8. വ്യാപ്തം എന്താവും മക്കളെ? 8 ഇരട്ടിയാവും. ഓക്കെ, ഇനി മക്കളെ നിങ്ങളോട് പറയാണ് എന്താ അറിയോ? അടുത്തതായിട്ട് ഇതാ നിങ്ങളോട് ഇതാ നീളം 2 ഇരട്ടിയായി, വീതി മക്കളെ 3 ഇരട്ടിയായി, പിന്നെ എന്ത് ചെയ്തു? ഹൈറ്റ് മക്കളെ പിന്നെ എന്താണ്? 2 ഇരട്ടി തന്നെ. അങ്ങനെ എങ്ങനെയാ ചെയ്യാം? ഒന്നുമില്ല. ഓക്കെ, ആ ഇരട്ടിയായ ആളുകൾ എടുക്കുക. അതാ ആരൊക്കെ? 2, 3, 2. ഓക്കെ, ഇതാ 2 ഗുണിക്കണം ഇതാ ആ 3 ഗുണിക്കണം 2. ആരൊക്കെ എന്തൊക്കെയായോ ആ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുക? ആണ് ഗുണിക്കുക. മക്കൾ എന്ത് വരും? 2 ഗുണിക്കണം 3 6 വരും. 6 ഗുണിക്കണം 2 മക്കൾ എത്ര വരുടാ? 6 ഗുണിക്കണം 2. ഓക്കെ, 6 അല്ല കേട്ടോ. ഓക്കെ, 2 ഗുണിക്കണം 3 മക്കളെ 6. 6 ഗുണിക്കണം 2 മക്കൾ എത്ര വരുടാ? 12 വരും. സെറ്റ് അല്ലേ?